ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. ഞാൻ ഇവിടെ ഉണ്ടാക്കാൻ പോണേ ഉണ്ണിയപ്പം. അപ്പം അതിന് വേണ്ട സാധനങ്ങൾ ഇത് 1/2 കിലോ മൈദ, 1/2 കിലോ റവ എടുത്തിട്ട് ഇത് മിക്സ് ആക്കുക. ഇത് ഞാൻ അരിച്ചെടുത്തതാണ് കേട്ടോ, അരിച്ചെടുത്തതാണ്. മിക്സ് ഞാൻ ഇതിലേക്ക് 8 അച്ചി ശർക്കര വെള്ളം വെച്ചിട്ട് ഒഴിക്കെടുക്കുന്നു. ഇത് സെറ്റാവാനുള്ള വെള്ളം വേണം. അപ്പോൾ ഇത് ഇതിൽ ഒഴിക്കാൻ പോകണം. നന്നായി ഇളക്കാം. നന്നായി മിക്സ് ചെയ്യാം. അപ്പോൾ ഞാനിതിൽ ആ വെള്ളം മൊത്തം ഒഴിച്ചിട്ടോ, ശർക്കര ഒഴിക്കിയത് ഒരു പാത്രം വെച്ചിട്ടുള്ളതാണ്. ഇത് സെറ്റാവുന്ന വെള്ളം വേണം. ഇത് നല്ല കട്ടിയുണ്ട്, അപ്പോൾ എനിക്ക് ഞാൻ കുറച്ച് പച്ചവെള്ളം ഒഴിക്കാം. അത് നന്നായി കട്ടൊന്നുമില്ലാതെ നന്നായി ഇളക്കണം. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിടണം കേട്ടോ. എന്നിട്ട് നന്നായി മിക്സ് ചെയ്യാം. കട്ടൊക്കെ നന്നായി ഉടച്ചെടുക്കണം. കയ്യിൽ വെച്ചിട്ട് ഇങ്ങനെ ഉടച്ചെടുത്താൽ മതി. ഇതിന് 10 മിനിറ്റ് വെക്കണം. എന്നിട്ട് അതിന് ശേഷം ഉണ്ടാക്കിയാൽ മതി. ഇനി ഇതിൽ കുറച്ച് പസോട അരിയുണ്ട്. ഒരു 2 നുള്ളൊക്കെ മതി കേട്ടോ. നന്നായി മിക്സ് ചെയ്ത് നല്ല കട്ടിയുണ്ട്. ഇത് കട്ടിയാവും. ഇരുന്നാലും ഇത് നല്ല കട്ടിയാവും. കൂടുതൽ വെള്ളം ഒഴിച്ചിട്ട് പ്രശ്നമൊന്നുമില്ലായിരുന്നു. കുറുകി വരും. അപ്പം ഞാൻ ഇതിലേക്ക് കുറച്ച് ഏലക്ക പൊടിച്ചിട്ടുണ്ട്. ഒരു 5 എണ്ണം എടുത്തുണ്ട്. ഇത് പൊടിച്ചിട്ട് മിക്സ് ആക്കിയിട്ട് ഞങ്ങൾ 10 മിനിറ്റ് വെക്കാൻ പോകട്ടെ. ഞാൻ അടുപ്പത്ത് ഒരു ചട്ടി വെച്ചിട്ടുണ്ട്. ചട്ടിയിലേക്ക് എണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഈ തേങ്ങ കൊത്തിടാം. ഇതൊന്ന് മൂപ്പിച്ചെടുക്കാം. ബ്രൗൺ കളറായ കോരിയെടുക്കാം. എന്നിട്ട് ഉണ്ണിയപ്പത്തിൻ്റെ കൂട്ടിലേക്ക് ഇടാം. മൂത്ത് വന്നിട്ടുണ്ട്. തീ ഓഫ് ചെയ്യാം. നമുക്കിത് പാത്രത്തിൽ ഒഴിക്കാം. ഇത് നമ്മൾ ഈ തേങ്ങ കൊത്തിടാൻ കോരിയെടുത്ത് ഇതിലേക്ക് ഇടാൻ പോകും. മിക്സ് ചെയ്യാം. അപ്പോൾ 10 മിനിറ്റ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇത് നല്ല കട്ടിയില്ലുണ്ട്. പിന്നെ നമുക്ക് വേണമെങ്കിൽ കുറച്ചും കൂടി വെള്ളം ഒഴിക്കാം. നമ്മുടെ ഉണ്ണിയപ്പത്തിന് കൂട്ട് എത്ര വെച്ചെങ്കിൽ അതിനനുസരിച്ചിട്ട് വെള്ളം ഒഴിച്ചിട്ട് ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് എടുക്കാം. ഇത് ചിലവർക്കൊക്കെ അറിയുണ്ടാവും. ഞാൻ റവിയും മൈദയും വെച്ചിട്ട് അറിയാത്തവർക്ക് വേണ്ടിയിട്ട് പറയുന്നുണ്ട്. ഈസിയാണ്, വളരെ ഈസിയാണ് ഇത് ഉണ്ടാക്കാൻ. മറ്റേ ഉണ്ണിയപ്പം ഉണ്ടാക്കുന്ന അത്ര റിസ്ക് ഒന്നുമില്ല. നല്ല സോഫ്റ്റ് ഉണ്ടാവും. ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഞാൻ ഇതിലേക്ക് എണ്ണ ഒഴിക്കാം.
ചൂടായി വരട്ടെ. അതിൽ എണ്ണ ഒഴിക്കാം. വേഗം ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് ചട്ടി ചൂടായി വന്നിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് എണ്ണ ഒഴിക്കാം. എണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഈ എണ്ണ ചൂടായതിന് ശേഷം നമുക്ക് ഈ കൂട്ട് ഒഴിച്ച് കൊടുക്കാം. ഉണ്ണിയപ്പത്തിനുള്ള കൂട്ട്. അപ്പോൾ നമ്മൾ ഇതിലേക്ക് ഒഴിക്കാൻ പോവാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു ഭാഗമായി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. പൊങ്ങി വന്നിട്ടൊക്കെ ഉണ്ട്. നമ്മൾ ഇതായിണ്ട്. നമുക്കിത് കോരി മാറ്റാം. ഇപ്പം നമ്മളിത് ആയിട്ടുണ്ട്. ഇത് കോരി മാറ്റാൻ പോവാണ്. അപ്പോൾ നമ്മളുടെ ഉണ്ണിയപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാൻ അങ്ങനെ എല്ലാം മേടിച്ചെടുത്തിട്ട് ഉണ്ണിയപ്പം ഇങ്ങനെ പൊട്ടിച്ച് കാണിച്ചു തരാം. നല്ല സോഫ്റ്റാണ്, നല്ല ടേസ്റ്റിയാണ്. നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ അമർത്തുക.